ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അല്ലെങ്കിൽ ETF എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യപ്പെടുന്ന അതേ മാതൃകയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിലുള്ളത് സ്റ്റോക്കുകളാണ്, അല്ലെങ്കിൽ ബോണ്ടുകളുടെ ETF ഉണ്ട്, കമ്മോഡിറ്റി ഗോൾഡ് പോലെയുള്ളവയുടെ ETF ഉണ്ട്. ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിന്റെ ഉദ്ദേശം ഇൻഡെക്സ്, ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ട ETF ആ ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഏത് രീതിയിൽ മൂവ് ചെയ്യുന്നുവോ അതേ മാതൃകയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ETF കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു അതിലെ അസറ്റുകൾ അതേ വെയിറ്റേജിലാണ് ഇതിലും ഉള്ളത്. അതുകൊണ്ടാണ് മൂവ്മെന്റ് ആ രീതിയിൽ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നിഫ്റ്റി 50 നേരിട്ട് വാങ്ങാൻ കഴിയില്ല. നിഫ്റ്റി 50 എന്നുള്ളത് ഒരു ഇൻഡെക്സ് മാത്രമാണ്, നമുക്കത് വാങ്ങുവാൻ കഴിയില്ല അതേ വെയിറ്റേജിൽ. അതിനുള്ള ഒരു ഓപ്ഷൻ അത് ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ETF വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിഫ്റ്റി 50യുടെ ഒരു ETF ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നിഫ്റ്റി ഏത് രീതിയിൽ ഉള്ള ഒരു എക്സ്പോഷർ അവിടെ അതിന് ലഭ്യമാണോ അതേ എക്സ്പോഷർ ETF വാങ്ങുന്നവർക്കും കിട്ടുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറവായിരിക്കും, നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ടുകളൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്? ഇത് NSEയിൽ ഉണ്ട്, BSEയിലും ഒക്കെ ETFകൾ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ആ ഒരു ഇൻഡെക്സ് അസറ്റുകൾ നിശ്ചിത വെയിറ്റേജിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതേ മാതൃകയിൽ അസറ്റുകൾ പൂൾ ചെയ്തെടുക്കുകയാണ് ETF ചെയ്യുക. എന്നിട്ട് അതിൻ്റെ യൂണിറ്റുകൾ NSEയിലെ അല്ലെങ്കിൽ BSEയിലെ ഒക്കെ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്ന അതേ സമയത്ത് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളൊക്കെ നിഫ്റ്റി 50 ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. പക്ഷെ വേറെയും ഫണ്ടുകളുണ്ട്. ETF ഓരോ ടൈപ്പുകൾ. ഒന്ന് ഇക്വിറ്റി ബേസ് ചെയ്ത് കൊണ്ടുള്ള ETF. ഇക്വിറ്റി മീൻസ് ഷെയറുകളാണ്, സ്റ്റോക്കുകളാണ്. അങ്ങനെയുള്ളവയാണ് നിഫ്റ്റി 50 എന്നുള്ള ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ETF ഉണ്ട്. സെൻസെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ETF ഉണ്ട്. അതൊക്കെ ഇക്വിറ്റി ETF എന്നറിയപ്പെടും. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഡെറ്റ് ETF. ഇത് ബോണ്ടുകളാണ് ഇതിൽ ഉൾപ്പെടുക. ഉദാഹരണത്തിന് ഭാരത് ബോണ്ട് ETF ഉണ്ട്. ബോണ്ടിന്റെ ആ ഒരു പെർഫോമൻസ് അതേ രീതിയിൽ ഇവിടെ ഫോളോ ചെയ്യപ്പെടും. കമ്മോഡിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ETF ഉണ്ട്. ഗോൾഡ് ഒരു കമ്മോഡിറ്റിയാണ്. ഗോൾഡ് നേരിട്ട് വാങ്ങുന്നതിന് പകരം നേരിട്ട് വാങ്ങി നമുക്ക് ഉപയോഗിക്കാം, ആഭരണമായിട്ടും മറ്റും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ സേഫായിട്ട് ആ അസറ്റിന്റെ വാല്യൂ അതേ രീതിയിൽ നമുക്ക് ഗോൾഡ് ETF വാങ്ങിയാലും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അതാകുമ്പോൾ സ്റ്റോർ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കും. പക്ഷെ ഗോൾഡിന്റെ ആ പ്രൈസ് അപ്രീസിയേഷൻ നമുക്കിവിടെ ബെനിഫിറ്റ് ആയിട്ട് വരും. അത് ഗോൾഡ് ETF ഉണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നുകൊണ്ടുള്ള ചില ETFകളും നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റും. ഓരോ സെക്ടറുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ഓരോ മേഖലകളായിട്ട് തിരിച്ചിട്ടുള്ള ETFകളുണ്ട്. അവയെ തെമാറ്റിക് ETF എന്ന് പറയാറുണ്ട്. ETF എടുക്കുന്നതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താണ് ബെനിഫിറ്റ്? ഒന്ന്, ആദ്യത്തേത് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇതിന് പകരം ചെയ്യാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ചെയ്യുമ്പോൾ അവിടെ മാനേജ്മെന്റ് ഫീസും മറ്റും ഒരുപാട് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ETF-ൽ അങ്ങനെയുള്ള മാനേജ്മെന്റ് ഫീസ് ആ വലിയ രീതിയിലുള്ള, കാരണം എക്സ്ചേഞ്ചിന്റെ പെർഫോമൻസ് അതേ രീതിയിൽ പിന്തുടരുമ്പോൾ വലിയ രീതിയിലുള്ള മാനേജ്മെന്റ് ഫീസ് കൊടുക്കേണ്ടി വരുന്നില്ല. രണ്ടാമത്തേത് ലിക്വിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. ദിവസം മുഴുവൻ, അതായത് മാർക്കറ്റ് അവേഴ്സിൽ എപ്പോഴും നമുക്കിത് വാങ്ങുവാനും വിൽക്കുവാനും പറ്റും. ഇത് വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള ആൾക്കാർ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വിലയുടെ കാര്യത്തിൽ വളരെ വലിയൊരു ബുദ്ധിമുട്ട് വരാറില്ല. നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്കൊക്കെ ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എക്സിക്യൂട്ട് ആയി പോകാനുള്ള സാധ്യതകളാണ് ETF-ലുള്ളത്. പലതരത്തിലുള്ള അസറ്റുകളിൽ നമുക്ക് എക്സ്പോഷർ കിട്ടും. ഉദാഹരണത്തിന് നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ 50 സ്റ്റോക്കുകളാണ്. ഈ 50 പല ഫീൽഡിൽ നിന്നുള്ള, ചില ഫീൽഡിൽ നിന്നുള്ള സ്റ്റോക്കുകൾ കൂടുതലുണ്ട്. എന്നാലും നമുക്ക് എക്സ്പോഷർ കിട്ടും. ഒന്ന് സ്റ്റോക്ക് വൈസ് കിട്ടുന്നുണ്ട് എക്സ്പോഷർ, മറ്റൊന്ന്
ആ സെക്ടർ വൈസ് ഉള്ള എക്സ്പോഷറും നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് സെപ്പറേറ്റ് വേറെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടി വരാതെ തന്നെ ഇൻഡെക്സിന്റെ ഭാഗമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ETF കൂടെ വാങ്ങാൻ പറ്റും, വേറെ ഏതെങ്കിലും സെക്ടർ വൈസ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഹോൾഡിങ്സിന്റെ വാല്യൂ ഒക്കെ നമുക്ക് അതാത് സമയത്ത് ഏത് സമയത്ത് നോക്കിയാലും അറിയാൻ സാധ്യമാണ്. ടാക്സിന്റെ കാര്യത്തിലും ചില ആനുകൂല്യങ്ങളുണ്ട്. ഫോറിൻ മാർക്കറ്റിൽ നിക്ഷേപം ചെയ്യാനും ETFകൾ അവൈലബിൾ ആണ്. ചില ചലഞ്ചസ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ട്രാക്കിംഗ് എററാണ്. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കൊന്ന് നോക്കാം, ഒരു ETF ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഗൂഗിൾ ഫിനാൻസ്, ഇത് നിഫ്റ്റി 50 എന്നുള്ള ഇൻഡെക്സിന്റെ പെർഫോമൻസ് ആണ് ഈ കാണുന്നത്. 5 വർഷത്തെ പെർഫോമൻസിലെ മാക്സിമം പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ മാക്സിമം 2000 മുതൽ ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്. 2000 മുതൽ ഇതുവരെ ഉള്ള ഇതിന്റെ പെർഫോമൻസ് 2594.74% ആണ്. ഇതിനകത്ത് നിഫ്റ്റി 50 ഉണ്ടായിട്ടുള്ള അപ്രീസിയേഷൻ 23 വർഷം കൊണ്ട് 24 വർഷം കൊണ്ട് 99 മുതൽ ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ETF നിഫ്റ്റി 50യെ ട്രാക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ETF ആണ് നിപ്പോൺ ഇന്ത്യ ETF. നിപ്പോൺ ഇന്ത്യ ETF നമുക്കിതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ്. വ്യക്തമാണല്ലോ, ഒരേ രീതിയിലാണ് രണ്ടും പെർഫോം ചെയ്യുന്നത്. 5 വർഷത്തെ ചാർട്ട് നോക്കിയാൽ ഈ രീതിയിലാണ്. നിഫ്റ്റി ഏത് രീതിയിൽ പോകുന്നുണ്ടോ അതുപോലെ തന്നെയാണ് നിപ്പോൺ ഇന്ത്യ ETFും പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം നോക്കാം. മാക്സിമം നോക്കുമ്പോൾ എവിടെ നിന്ന് മുതലാണ് രണ്ട് കാണിച്ചു തുടങ്ങുന്നത്? 2002 മുതൽ ഒരേ മാതൃകയിലാണ് മൂവ്മെന്റ് നടക്കാറുള്ളത്. പക്ഷെ ഒരു ചെറിയൊരു ട്രാക്കിംഗ് എററും അവിടെയുണ്ട്. ലിക്വിഡിറ്റി ഇഷ്യൂസ് ചില സമയത്തൊക്കെ ഒരു പക്ഷേ ആൾക്കാർ വാങ്ങാത്ത സാഹചര്യമൊക്കെ വരുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരാനുള്ള ഒരു റിസ്ക് ഉണ്ട്. മാർക്കറ്റിലെ മറ്റ് റിസ്കുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂവ്മെന്റുകൾ തന്നെയാണ്. ഈ ഒരു മൂവ്മെന്റ്, ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ 2020 കാലഘട്ടത്തിലുണ്ടായ സ്റ്റോക്കിന്റെ താഴേക്കുള്ള ഒരു മൂവ്മെന്റ്, കോവിഡ് കാലത്ത് ഈ ഒരു മൂവ്മെന്റ്, ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ ETF എടുക്കുന്നവർക്കും ആപ്ലിക്കബിൾ ആണ്. ലിമിറ്റഡ് കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണോ ആ ഇൻഡെക്സിനകത്തുള്ള ഓരോ സ്റ്റോക്കിന്റെ വെയിറ്റേജ് അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. ആ വെയിറ്റേജ് അനുസരിച്ചാണ് നമുക്ക് കിട്ടുക. നമുക്കതിനകത്ത് കിടന്ന് കളിക്കാനൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ വേറെ സ്റ്റോക്കുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് വേറെ വാങ്ങണം. പ്രധാനപ്പെട്ട ETFകൾ ഒന്ന് നിഫ്റ്റി ബീസ്, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ കൊടക് നിഫ്റ്റി ബാങ്ക് ETF, ഇത് ബാങ്ക് നിഫ്റ്റി എന്നുള്ള ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ETF ആണ് കൊടക് നിഫ്റ്റി ബാങ്ക് ETF. മറ്റൊന്ന് ഭാരത് ബോണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ETF ആണ് ICICIയുടെ ഭാരത് ബോണ്ട് ETF. ഗോൾഡ് ETF ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ETFകൾ ഇന്ത്യയിൽ. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കോസ്റ്റ് എഫിഷ്യൻസിയോടുകൂടി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ETF തരിക. അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ട്രാക്കിംഗ് എററിന്റെ ഒരു വിഷയമുണ്ട്. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ചിലപ്പോഴൊക്കെ കുറവായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ, അതുപോലെ നമ്മുടെ റിസ്ക് എടുക്കുവാനുള്ള നമ്മളുടെ കപ്പാസിറ്റി എങ്ങനെയാണോ അത് കണക്കിലെടുത്തുകൊണ്ട് ETF-ൽ പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജികൾ നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആവറേജ് ഡൗൺ എന്നുള്ള സ്ട്രാറ്റജി ഇവിടെ ചെയ്യാൻ കാരണം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഒന്നിലധികം സ്റ്റോക്കുകളാണ്, 50 സ്റ്റോക്കുകളാണ് നിഫ്റ്റി ETF എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പോഷർ കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവറേജ് ഡൗൺ അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മേഖലയിൽ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് ETF-ൽ. എനി ക്വസ്റ്റ്യൻസ് please ask. Thank you for watching. Please like, share, comment and subscribe. Happy investing.